നമ്മുടെയൊക്കെ ഉണ്ടല്ലോ ഈ കൈമുട്ട് അതുപോലെ തന്നെ കാലിൻ്റെ ഒക്കെ മുട്ടിൽ വരുന്ന കറുപ്പില്ലേ, പിന്നെ കൈയുടെ കാലിൻ്റെ മുട്ടിൽ കറുപ്പ് മാത്രമല്ല ഈ കഴുത്തിന് ചുറ്റുമൊക്കെ ഇങ്ങനെ കറുപ്പുണ്ടല്ലോ, അത് മാറാനായിട്ടും കുഴിനകം വന്നിട്ടുണ്ടെങ്കിൽ മാറാനായിട്ടാ ഈ ചെറുനാരങ്ങ ഇതുപോലെ ഒന്ന് തേച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒരു 3-4 ദിവസമൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചാലും നമ്മുടെ ഈ കുഴിനകൊക്കെ വരുമ്പോൾ ഒരു 2-3 ദിവസം അടുപ്പിച്ച് തേച്ചാൽ മതി. കുഴിനകൊക്കെ പെട്ടെന്ന് പോകും. അത് മാത്രമല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ കഴുത്തിലേക്ക് നമുക്ക് 2-3 ദിവസം അടുപ്പിച്ച് തേക്കുകയാണെങ്കിൽ കഴുത്തിലെ കറുപ്പും കൈമുട്ടിലും കാൽമുട്ടിലും കറുപ്പ് എളുപ്പത്തിൽ കളയാം കേട്ടോ. അപ്പോൾ ഈ ചെറുനാരങ്ങ അവർ ഫുള്ള് എടുക്കുവാണെങ്കിൽ നിങ്ങൾ എടുത്തോ, കുറച്ച് ഉണ്ടാക്കണമെങ്കിൽ ഒരു ഹാഫ് എടുത്തിട്ട് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട് അതിലേക്ക് നിങ്ങൾ മഞ്ഞളുടെ പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മഞ്ഞളുടെ പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇത് വിനാഗിരിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വിനാഗിരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി എടുത്താൽ മതി, അതല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ എടുത്താലും മതി, ഏതാണെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ രണ്ടും എടുക്കുന്നുണ്ട്. നമ്മൾ ഈ കുഴിനകം മാറുന്ന അടിപൊളിയാണ് ഈ വിനാഗിരിയും ബേക്കിംഗ് സോഡ ഏതെങ്കിലും ഒന്ന് മിക്സ് ചെയ്യുവാണെങ്കിൽ. അപ്പം ഇത് ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നിങ്ങളുണ്ടല്ലോ ഈ കുഴിനകം വന്നേക്കുന്ന കാലിൻ്റെ വിരലുണ്ടല്ലോ, അപ്പോൾ ആ കാലിൻ്റെ വിരലിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഉണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ചേർത്ത് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ അതിൽ 1 ചേർത്താൽ മതി. എന്നിട്ട് കാലിൻ്റെ ആ വിരലിൽ കയ്യിൽ കാലൊക്കെ വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ കുഴിനകം ഉണ്ടെങ്കിൽ നിങ്ങളത് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം കഴിയുമ്പോൾ കഴുകി കളഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ കഴുത്തിൽ ചുറ്റും കറുപ്പും നമ്മുടെ കാൽമുട്ടിലും ഒക്കെ കറുപ്പ് വരുന്നില്ലേ, അത് മാറാനായിട്ട് നിങ്ങൾ ഇതിനകത്തേക്ക് കുറച്ച് കോഫി പൗഡർ മിക്സ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അപ്പം കോഫി പൗഡർ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, അപ്പോൾ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. നമ്മുടെ സ്കിന്നിൽ തേക്കാനല്ല, അതുകൊണ്ടാണ് ഞാൻ കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഈ കഴുത്തിന് ചുറ്റും വരുന്നൊക്കെ കറുപ്പിൻ്റെ കഴുത്തിന് ചുറ്റും ഇങ്ങനെ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കൈയുടെ മുട്ട്, നമ്മുടെ കാലിലൊക്കെ മുട്ടിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കറുപ്പുണ്ടാവില്ലേ, നല്ല കറുത്ത പാട്, അപ്പോൾ അത് പോകാനായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് കഴുകി കളയുകയാണെങ്കിൽ നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും. നമ്മുടെ മുട്ടിന് അതുപോലെ കഴുത്തിനൊക്കെ നല്ല രീതിയിൽ കറുപ്പ് പോകും കേട്ടോ. അതുപോലെ തന്നെ ഈ കാലിലെ നഖത്തിന് കറുപ്പ് ഉള്ള ആളുകളുണ്ടല്ലോ, കാലിൽ നഖം കളറില്ലാണ്ട് നഖത്തിന് കറുപ്പ് വന്നേക്കുന്നത്, ആ കാലിലെ നഖത്തിന് കളറ് കിട്ടാനായിട്ട് കയ്യിലോ കാലിലൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ തേച്ച് കൊടുക്കണം. അങ്ങനെ കുറച്ച് തേച്ച് കൊടുത്തിട്ട് നഖമൊക്കെ ഒന്ന് ഇങ്ങനെ കുതിർത്തി വെക്കണുണ്ട്. ഈ വെള്ളം തന്നെ തേച്ചൊന്ന് നഖം ഒന്ന് കുതിർത്തി വെച്ചിട്ട് നിങ്ങൾ സോപ്പ് ലിക്വിഡോ സോപ്പ് ലായനോ എന്തായാലും കുഴപ്പമില്ല, അത് വെച്ചിട്ട് നിങ്ങൾ ബ്രഷ് വെച്ചിട്ട് ഉരുമി കഴുകി നോക്ക്. നഖത്തിന് നല്ല നിറം കിട്ടും കേട്ടോ. അപ്പോൾ ഈ നഖമൊക്കെ ഇങ്ങനെ കറുത്തൊക്കെ ഇരിപ്പുണ്ടെങ്കിലേ നിങ്ങളിങ്ങനെ തേച്ച് കഴുകി എടുക്കുവാണെങ്കിൽ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും, നമ്മുടെ നഖത്തിന് നല്ലൊരു നിറം കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സിമ്പിളല്ല, നാച്ചുറലായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളും. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യാം. ഫോളോ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. ബൈ.